CP ജോൺ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ CP ജോൺ, ഒരുപക്ഷെ രാജ്യം സാമ്പത്തികമായി എന്നൊക്കെ പ്രയാസങ്ങൾ നേരിട്ടുണ്ടോ? അത് 91-ലാണെങ്കിലും ശരി, അപ്പോഴൊക്കെ കൈ പിടിച്ചുയർത്താൻ ഡോക്ടർ മൻമോഹൻ സിംഗ് നമുക്കൊപ്പം ഉണ്ടായിരുന്നു, രാജ്യത്തുണ്ടായിരുന്നു. ആ ശക്തിയാണ് ഇല്ലാതാക്കുന്നത്. തീർച്ചയായും 80കളുടെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയൻ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയും ചിന്ന ഭിന്നമാവുകയും ചെയ്തപ്പോൾ നാം ഏറെ ആശ്രയിച്ച ഒരു രാജ്യത്തിന്റെ തകർച്ച ഇന്ത്യയെയും പിടിച്ചു കുലുക്കി. അതിലുപരി ഇന്ത്യയുടെ രാഷ്ട്രീയം രാജീവ് ഗാന്ധിയുടെ പരാജയത്തിന് ശേഷം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ മാറി മാറി വന്നു. ഇന്ത്യയുടെ സ്വർണശേഖരം തന്നെ ഇംഗ്ലണ്ടിൽ പണയം വെക്കേണ്ട ഗതികേട് ഉണ്ടായി. ആ സന്ദർഭത്തിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും ചെയ്തത്. അതിനുശേഷം അധികാരത്തിൽ വന്ന നരസിംഹറാവുവിന്റെ ഗവൺമെന്റിൽ ധനമന്ത്രി എന്ന രീതിയിൽ കടുത്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ വീണ്ടെടുത്ത ഒരു വലിയ കപ്പിത്താനായിട്ടാണ് മൻമോഹൻ സിംഗ് അറിയപ്പെടുക എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിനുശേഷം 2004 UPA രൂപീകരിക്കപ്പെട്ട സമയത്ത് സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കരുത് എന്ന ചില കടുത്ത ശക്തമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും വന്നപ്പോൾ സോണിയാഗാന്ധി വളരെ മാന്യമായ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി. ആ 5 വർഷക്കാലം, ആദ്യത്തെ UPA വർഷക്കാലം ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു അധ്യായം രചിക്കപ്പെട്ടു. വാസ്തവത്തിൽ ഇടതുപക്ഷങ്ങളടക്കം ചേർന്നുകൊണ്ടുള്ള UPA എന്ന സംവിധാനമാണ് ഇന്ത്യയിൽ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനുള്ള ചരിത്രപ്രസിദ്ധമായ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാർഷിക കടങ്ങൾ എഴുതി തള്ളിയത്, ജീവനക്കാർക്ക് നല്ല DA കൊടുത്തത്, അതേപോലെ തന്നെ നമുക്കറിയാം റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന സങ്കല്പം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന റൈറ്റ് സങ്കല്പങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ അനാവശ്യമായി ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. പക്ഷെ കൈയൊഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ 2ാം UPA ഗവൺമെന്റ് 1ാം UPA ഗവൺമെന്റിനേക്കാളും ശക്തമായ ഒരു പ്രതിഭാസമാകുമായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ പക്ഷികൾക്ക് പ്രാധാന്യമില്ല എന്ന് നമുക്കറിയാം. എന്തായാലും ശരി, 2008 1ാം UPA കാലഘട്ടത്തിൽ ലോകമാകെ സമ്പദ്ഘടനകൾ പനി പിടിച്ച് ചുമച്ചപ്പോൾ ഇന്ത്യ പുഞ്ചിരിച്ചു കൊണ്ടുവന്നത് ഈ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടുമായിരുന്നു എന്ന് നാം നന്ദിയോടെ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. അമേരിക്കൻ ബാങ്കുകൾ പൊട്ടി തകർന്നപ്പോൾ ഇന്ത്യയുടെ ബാങ്കുകൾ തകർന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ സമ്പദ്ഘടന 7% കണ്ട് വളർന്നു. പല യൂറോപ്യൻ സമ്പദ്ഘടനകളും നെഗറ്റീവ് GDP ഗ്രോത്തിലേക്ക് പോയപ്പോൾ ഇന്ത്യ 6-7% വളർച്ചാ നിരക്ക് നിലനിർത്തിയത് ഒരത്ഭുതമായിട്ടാണ് ലോക നേതാക്കൾ കണ്ടത്. ഒരു രാജഗുരുവിനെ പോലെ അമേരിക്കയുടെയും ഇംഗ്ലണ്ടിന്റെയും ജർമ്മനിയുടെയും എല്ലാം രാഷ്ട്രത്തലവന്മാർക്ക് അദ്ദേഹം ഉപദേശങ്ങൾ നൽകിയെന്നത് സൗമ്യമായി യാതൊരു അഹങ്കാരവുമില്ലാതെ. കയറ്റുമതി സബ്സിഡി നിർത്തുക, രൂപയുടെ മൂല്യം താഴ്ത്തുക, ഈ കമ്പനികളോട് ലൈസൻസ് ഇല്ലാതെ തന്നെ ഉൽപാദനം നടത്താൻ ആവശ്യപ്പെടുക, ഇതൊക്കെ ധീരമായ തീരുമാനങ്ങളായിരുന്നു. ഒരുപക്ഷെ അന്ന് അത് വളരെ ഒരു വിപ്ലവമായ ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതെടുക്കാൻ ആ പ്രായത്തിൽ, ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം കൃത്രിമത്വത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അതാണ് ഒറ്റവാക്കിൽ പറയാവുന്നത്. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഉയരണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമില്ല. പക്ഷെ കൃത്രിമമായി ഉയർത്തി നിർത്തിയാൽ നമ്മുടെ കയറ്റുമതി കുറഞ്ഞു പോകും. അതുകൊണ്ട് മൂല്യം കുറയും തോറും ഡോളറിന്റെ മൂല്യം കൂടുന്നു. ഡോളറിന്റെ മൂല്യം കൂടിയത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ത്യൻ കയറ്റുമതി വർദ്ധിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ നേട്ടം കൊയ്തത് കേരളമാണ് എന്നുകൂടി നാം അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രവാസികൾ അയച്ചു തന്ന പണത്തിന്, ഡോളറിനായാലും അതുപോലെ തന്നെ അറേബ്യൻ നാണയങ്ങൾക്കായാലും വലിയ നിലയിൽ ഇവിടെ വില വ്യത്യാസം വന്നത് വിനിമയ വിലയിൽ ഉണ്ടായ മാറ്റം കൊണ്ടാണ്. അതുകൊണ്ട് 18ഉം 20ഉം രൂപയുണ്ടായിരുന്ന ഡോളർ 40ഉം 45ഉം രൂപയായി ഉയർന്നു. പക്ഷേ ഇന്നത്തെ നിലയിൽ ഒരു രൂപയുടെ വില തകർച്ച അന്നുണ്ടായില്ല. മാന്യമായ തരത്തിലുള്ള ഒരു ഡോളർ രൂപ അനുപാതമാണ് അന്നുണ്ടായത്. ഇന്നത് 84ലേക്കും 85ലേക്കും താഴുകയും ഇനി 100ലേക്ക് താഴുമോ എന്ന് ഭയക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അഭിലഷണീയമായ കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ശരി, നമ്മുടെ രാഷ്ട്രഗാത്രത്തെ, പോളിറ്റിയെ, നമ്മുടെ സമ്പദ്ഘടനയെ, ധനസ്ഥിതിയെ, നമ്മുടെ ഫിനാൻസിനെ എല്ലാം തന്നെ പിടിച്ചു നിർത്തിയ ഒരു വലിയ മനുഷ്യനായി ചരിത്രം മൻമോഹൻ സിംഗിനെ ഓർക്കും. അദ്ദേഹത്തിന്റെ വേർപാടിൽ ഞാൻ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയാണ്.